നമ്മൾ കേരളത്തിലേക്ക് എത്തുകയാണ്. വയനാട് കേണിച്ചിറയിൽ ഇറങ്ങി ഭീതി പടർത്തിയ കടുവ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലായി. ഇന്നലെ രാത്രിയോടെയാണ് കടുവ കൂട്ടിലായത്. 2 ദിവസത്തിനിടെ 4 പശുക്കളെയാണ് കടുവ കൊന്നത്. കേണിച്ചിറയിൽ 4 പശുക്കളെ കൊന്ന കടുവയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നേരത്തെ പ്രതിഷേധം അരങ്ങേറിയിരുന്നു. പശുവിന്റെ ജഡം കൊണ്ടുവന്ന് സുൽത്താൻ ബത്തേരി പനമരം റോഡ് ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം. തുടർന്ന് വനംവകുപ്പ് നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് കടുവയെ പിടികൂടാമെന്ന ഉറപ്പ് നാട്ടുകാർക്ക് നൽകിയത്. പ്രദേശത്ത് കൂടുകൾ സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കാനും കടുവ കൂട്ടിലായില്ലെങ്കിൽ മയക്കുവെടി വെക്കാനുമായിരുന്നു വനംവകുപ്പ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ്. ഉത്തരവിറങ്ങിയതിന് പിന്നാലെ RRT സംഘത്തെയും സ്ഥലത്ത് വിന്യസിച്ചിരുന്നു. തോൽപ്പെട്ടി 17 എന്ന കടുവയാണ് പ്രദേശത്ത് ഭീതി സൃഷ്ടിച്ചത്. 2 ദിവസത്തിനിടെ 4 പശുക്കളെ കൊന്ന കടുവ തൊഴുത്തിൽ ഇന്നലെ വീണ്ടും എത്തി. ഇതിനിടെയാണ് കടുവ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലായത്. തൊഴുത്തിന് സമീപം വെച്ച കൂട്ടിലാണ് കടുവ വീണത്. പ്രദേശത്തെ വലിയ ഭീതിയിലാഴ്ത്തിയ കടുവ കൂട്ടിലായതോടെ വലിയ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ. കടുവയുടെ വിശദമായ ആരോഗ്യ പരിശോധന നടത്തിയതിനു ശേഷമാകും തുടർ നടപടികൾ ഉണ്ടാവുക. പാച്ചാടിയിലെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് കടുവയെ മാറ്റി. കേരള വിഷൻ ന്യൂസ്, വയനാട്.